ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദ്യാസ് ലൈഫ് ഡയറീസ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് ഹോം ഡയറീസ് ആയാലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഷെൽഫിലെ ബുക്ക് റീഅറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്തായാലും ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന മെയിൻ കാര്യമാണ് എൻ്റെ ബുക്സൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. എന്തായാലും ഞാനിപ്പോൾ തുറന്ന് കാണിക്കത്തില്ല, കാരണം അത് കാണാൻ പറ്റിയ കൊലത്തിലല്ല ഇപ്പം നിൻ്റെ ഉള്ളിരിക്കുന്നത്. ആ പഴയ ബുക്സൊക്കെ ഒന്ന് മാറ്റി എനിക്ക് എൻ്റെ ഏവിയേഷൻ്റെ ബുക്സും അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതിനുണ്ടായിരുന്ന എൻ്റെ +2 പഴയ ബുക്ക് കാര്യങ്ങളെല്ലാം ഞാനൊന്ന് പുറത്തേക്ക് ഇട്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങ് തുടങ്ങി. ആദ്യം ഞാൻ കെമിസ്ട്രി റെക്കോർഡിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് ഫിസിക്സ്, ബയോളജി എല്ലാം പിന്നാലെ വരുന്നുണ്ട്. ഈ കഷ്ടപ്പെട്ട് വരയ്ക്കുന്ന റെക്കോർഡ് ബുക്കിലൊക്കെ ആണിയടിച്ച് കയറ്റുമുണ്ടല്ലോ, സഹിക്കാൻ പറ്റൂല. അതിനിടയ്ക്കത് എൻ്റെ ഒരു കലാവിരുത്. പിന്നെ എന്തിനൊക്കെയോ വേണ്ടി കേക്കിൻ്റെ ചട്ടകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ആരുടെയൊക്കെയോ കല്യാണ കത്തുകളും. ഇതാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് എല്ലാം കൊണ്ട് കൂട്ടി വയ്ക്കുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയ്ക്ക് എൻ്റെ കൃഷ്ണനെ കിട്ടി. ഇതൊക്കെ നിൻ്റെ ഇടയിൽ സേഫ് ആയിട്ട് തന്നെയാണ് ഇരുന്നിരുന്നത് കേട്ടോ. അങ്ങനെ വേണ്ടതും വേണ്ടാത്തതൊക്കെ തരംതിരിച്ച് വെക്കുന്നതിനിടയ്ക്ക് എൻ്റെ പഴയ ബുക്കിൽ നിന്ന് എനിക്ക് 10-30 രൂപയും കിട്ടി. എന്തൊരു സേവിങ്സാ. അങ്ങനെ ഈ കാണുന്നതെല്ലാം ഞാൻ ക്ലാസ്സിൽ ബോറടിക്കുമ്പോൾ ഇരുന്ന് വരച്ചതാണ്. ചിലപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിലും എന്താണെന്നറിയില്ല, ബോറടിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കലാകാരി അങ്ങ് പുറത്തു വരും. അറിയപ്പെടാത്തൊരു കലാകാരി ആയിരുന്നു ഞാൻ അന്നും ഇന്നും. പിന്നെ അതേ ആൺപൺ സിനിമ കളിച്ചത് കിട്ടി, എൻ്റെ കുറേ 10 പഴയ ഫോട്ടോസ് കിട്ടി. പിന്നെ നോക്കിയേ, ബയോളജിയിൽ എനിക്ക് 20 കിട്ടിയിരുന്നു. ഇതുവരെ നോക്കിയപ്പോഴേക്കും ഞാനൊരു വഴിയായി. പക്ഷെ ഇനിയും നോക്കാനുണ്ട്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ സുവോളജി റെക്കോർഡ് കാണിച്ചു തരാം. അതിൽ ഓന്ത്, മുയൽ, പ്രാവ് അങ്ങനെ പല വക സാധനങ്ങളും ഉണ്ട്. ഇതെല്ലാം രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്ന് വരച്ചതാ. എന്നിട്ട് അതിൻ്റെ വല്ല വിലയും ഉണ്ടോ? ആണി അടിച്ചങ്ങ് കയറ്റുക. ഞാനെന്ന വിദ്യാർത്ഥിയുടെ രോദനമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ എൻ്റെ ഹൃദയം വന്നു, ശ്വാസകോശം വന്നു, ബ്രെയിൻ വന്നു, കിഡ്നി വന്നു, എൻ്റെ ചെവി വന്നു, എൻ്റെ കണ്ണ് വന്നു, അങ്ങനെ പലതര സാധനങ്ങളും വന്നു. രോദനവും സങ്കടമൊക്കെ ആണെങ്കിൽ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? തൽക്കാലം അതൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ഇനി +2 ലൈഫിലോട്ടൊന്ന് തിരിച്ചു പോകാൻ ആഗ്രഹമൊന്നുമില്ലെങ്കിലും ആ മെമ്മറീസിലോട്ടൊക്കെ ഒന്ന് ഞാൻ തിരിച്ചു പോയി. അങ്ങനെ വേണ്ടതും വേണ്ടാത്തതായിട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ടും കൊണ്ട് തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ കാണുന്ന ഷെൽഫിലോട്ടാണ് അത് റീഅറേഞ്ച് ചെയ്യേണ്ടത്. അതിന് നമുക്ക് കുട്ടിച്ചാത്തനെ യൂസ് ചെയ്യാം. ഗ്രീൻ കുട്ടിച്ചാത്ത സ്വഹ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട സാധനങ്ങളെല്ലാം കൂടെ അതിനുള്ള കയറിക്കോളും. പിന്നെ ഹോസ്റ്റലിൽ ഞാൻ ഒട്ടിച്ചിരുന്ന എൻ്റെ മോട്ടിവേഷൻ സ്റ്റിക്കി നോട്ട്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ ആയിക്കോട്ടെ എന്ന് കരുതി എൻ്റെ കയ്യിൽ കിട്ടിയ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തു. ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ കയ്യിലുള്ള ചെറിയ സാധനമാണെങ്കിലും അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മൈൻഡിന് ചെറുതായിട്ടെങ്കിലും ഒരു റീഫ്രഷ് കിട്ടുമെന്നാണ് ബുദ്ധിയുള്ളവരൊക്കെ പറയാറ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നേരെ പോയി ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയാലും മൈൻഡിന് ഒരു റീഫ്രഷ്മെന്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതേപോലത്തെ ഹോം ഡയറീസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.